നോമ്പ് തുറക്കാനായിട്ട് നമുക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് തരിക്കഞ്ഞി. അപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകും. അതിനായിട്ട് ഞാൻ ഇവിടെ 2 പാക്കറ്റ് പാൽ ഇതുപോലൊരു പാത്രത്തിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് 5 അച്ച് ശർക്കര ഞാനിവിടെ മധുരത്തിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ശർക്കര യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ തരിക്കഞ്ഞിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ശർക്കര എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുക, നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് റവ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ ഒരു 4 ടീസ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റവ ഒരുപാട് കൂടാനായിട്ട് പാടില്ല, അപ്പം നമ്മുടെ തരിക്കഞ്ഞി വളരെയധികം കട്ടിയായി പോവും. ഇതൊരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ റവ ആഡ് ചെയ്യുക. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ സിമ്മിലേക്ക് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്നുകൂടി അടിയിലൊന്നും പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെ നമ്മുടെ തരിക്കഞ്ഞിക്ക് കൊടുക്കും. അതിനായിട്ടാണ് നമ്മളിവിടെ സേമിയ ആഡ് ചെയ്യുന്നത്. ഇത് ഓപ്ഷണലാണ്. ഇപ്പോൾ സേമിയ ഇഷ്ടമില്ലാത്തവർക്ക് അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. ഇത് ഒരു നമ്മുടെ തരിക്കഞ്ഞി കുറച്ചുകൂടെ ഒന്നൊരു ടേസ്റ്റിലും കാണാൻ കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സേമിയ ആഡ് ചെയ്യുന്നത്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ അതിൽ മാറ്റം വരുത്താം. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് റോസ്റ്റഡ് സേമിയയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ആഡ് ചെയ്തത്. റോസ്റ്റഡ് അല്ലെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വറുത്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് താളിച്ചൊഴിക്കാം. അതിനായിട്ട് ചെറിയുള്ളി ഒരു 2-3 എണ്ണമൊക്കെ എടുത്തിട്ട് നമ്മളിതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതൊരു പാനിൽ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലോണം ഉള്ളി മൂപ്പിച്ചെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ നമ്മുടെ തരിക്കഞ്ഞിക്ക് നമ്മൾ ഉദ്ദേശിച്ച അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ താളിച്ചൊഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് കാഷ്യൂസും അതുപോലെ തന്നെ കിസ്മിസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് തരിക്കഞ്ഞിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി മൂപ്പിച്ചതും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തരിക്കഞ്ഞി അടിപൊളിയായിട്ട് എന്നോട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റമദാന് സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് ഈ തരിക്കഞ്ഞി. വളരെ ബെസ്റ്റായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.